Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് ആട്ട വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാം. നല്ല ഹെൽത്തിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. നമുക്ക് ഇതിന് ആവശ്യമുള്ളത് ഹോൾ വീറ്റ് ആട്ടയാണ്. ഇത് 2 കപ്പ് ഹോൾ വീറ്റ് ആട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇത് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മുട്ട ഒക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒലീവ് ഓയിലാണ് എടുക്കണം. നമ്മൾ ഒലീവ് ഓയിൽ 1/4 കപ്പോളം ഒലീവ് ഓയിൽ ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഇതും മുട്ടയുടെ ഒപ്പം എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു 1/2 കപ്പ് ഡേറ്റ് സിറപ്പ്, നിങ്ങൾക്ക് ഡേറ്റ് സിറപ്പ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം നമ്മുടെ വെല്ലം ഉരുക്കിയിട്ട് അതും കുറച്ച് കട്ടിയിൽ ഉരുക്കിയിട്ട് എടുക്കാം. ഏതോ ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഡേറ്റ് സിറപ്പാണ് എടുത്തേക്കുന്നത്. ഇത് 1/2 കപ്പ് കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 സ്പൂണ് വെനില എസൻസ് ഇതിലേക്ക് ഇടാം. നമ്മൾ മാറ്റി വെച്ച നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടായില്ലേ, അതിൻ്റെ ഒപ്പം ഒരു 1/2 സ്പൂണ് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുക. എപ്പോഴും നമ്മൾ മധുരം എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഉപ്പിടണമല്ലോ. അപ്പോഴാണ് ശരിക്കും ആ മധുരമൊക്കെ നന്നായിട്ട് വരാം അതിന്. അപ്പോൾ നമുക്ക് ഇത് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ക്യാരറ്റ്. 1 കപ്പ് സ്ക്രേപ്പ് ചെയ്തത് കേട്ടോ, അതാണ് ഇടേണ്ടത്. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നമ്മൾ ക്യാരറ്റൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു 1/2 hour ഇങ്ങനെ വെക്കണം. നമ്മുടെ ആട്ടയായ കാരണം ഒരു റെസ്റ്റിംഗ് ടൈം കൊടുക്കണം. എന്നിട്ട് മാത്രമേ ഇത് ബേക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു 1/2 hour വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നാണ് റെഡിയാക്കി ആക്കണം. ഇവിടെ ബട്ടർ പേപ്പർ ഇട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഒലിവ് ഓയിൽ ഇട്ടു. അതിൻ്റെ മുകളിൽ നമ്മൾ ആട്ട തന്നെ ഇട്ടേക്കണം, മൈദ അല്ല ഇട്ടേക്കണം. ആട്ട വെച്ചിട്ട് തന്നെ ഇത് സ്പ്രെഡ് ചെയ്തേക്കണം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ് സിറപ്പ് കൂടുതൽ ഇടാം കേട്ടോ. കുറച്ച് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് കാഷ്യൂ നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3/4 ഭാഗത്തോളം നമ്മളിപ്പോൾ കേക്ക് മിക്സ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇടാം. ഡേറ്റ്സ് വേണമെങ്കിലും കട്ട് ചെയ്ത് ഇടാം കേട്ടോ. ഇനി ബാക്കിയുള്ള നമ്മുടെ കേക്ക് മിക്സ് കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ കേക്ക് മിക്സ് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ 1/2 കാഷ്യൂ നട്ട്സ് വെച്ച് കൊടുക്കാം. നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഇട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നമ്മുടെ കുക്കറിൽ, നമ്മൾ കുക്കർ ഓൾറെഡി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഗ്രേറ്റ് ക്യാരറ്റ്സ് നമ്മൾ ഇട്ട് കൊടുക്കണം. അത് ഓപ്ഷനാട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് കൊടുക്കാം. നമ്മൾ കുക്കർ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉപ്പ് ബേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അലുമിനിയത്തിൻ്റെ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മുടെ കേക്ക് മിക്സ് വെച്ചേക്കണം. ഇനി നമ്മൾ അടിച്ചു വെക്കുമ്പോൾ വിസിലും വാഷറും ഇല്ലാണ്ട് വേണം അടിച്ചു വെക്കാനായിട്ട്. ഗ്യാസ് നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഒരു 40-45 മിനിറ്റ്സ് വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോൾ
പക്ഷേ നമുക്ക് കാണാൻ ഇപ്പോൾ നല്ല പ്രസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഇത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം, ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഈ പാനിൽ നിന്ന് പുറത്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വിടിയിച്ചെടുക്കാം. അപ്പോഴാണ് നമ്മൾ വേറൊരു പ്ലേറ്റ് വെച്ച് കമത്തുമ്പോൾ നല്ല എളുപ്പത്തിൽ ഇത് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടുപോരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് ഇതൊന്ന് കമത്തിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് പെട്ടെന്ന് നിന്ന് വിട്ടുപോരും. ഇനി അതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ നമുക്ക് ഇതിൽ നിന്നും മാറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആൾക്കാർക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്യാം. നല്ല കേക്കാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.